അങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കള്ളം പ്രചരിപ്പിക്കുക, എന്നിട്ട് അത് സത്യമാണെന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ കണ്ട നാട്ടിനെക്കുറിച്ച് എനിക്ക് പറയാമല്ലോ. ഞാൻ ഇത് കണ്ട നാടാണ് ഇറാഖ്. ഇറാഖിൽ പോയപ്പോൾ അവിടെ നജിഫുൽ അഷ്റഫ് എന്ന പേരിലൊരു ഭൂമിയുണ്ട്, ഒരു നാടുണ്ട്. അവിടെ മഹാഡോം, കോലപ്പെടുത്താൻ പറ്റാത്ത കലയിൽ ഇങ്ങനെ ലങ്ങുന്ന, വർണ്ണിക്കാൻ പറ്റാത്തതായ ഡോം. ആ ഡോമിൻ്റെ അകത്ത് അലി ഇബ്നു അബി താലിബിൻ്റെ ഖബറാണെന്നാണ് നിഗമനം. പച്ചക്കള്ളം. അലി ഇബ്നു അബി താലിബ് എവിടെ ഖബറടക്കപ്പെട്ടു എന്നത് ആർക്കും അറിയുകയില്ല എന്നാണ് ചരിത്രം. എന്തുകൊണ്ട് അറിയുകയില്ല? അവിടെ ഇരുട്ടിൽ ആരും അറിയാതെ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ ആഭ്യന്തര വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എവിടെ ഖബറെന്ന് അവർക്കറിയില്ല, കൊന്ന ആൾക്കറിയില്ല, അതുപോലെ തന്നെ മറുവിഭാഗത്തിന് അറിയുകയില്ല. അതുകൊണ്ട് അലി ഇബ്നു അബി താലിബിന്റെ പേരിൽ ഇപ്പോൾ ഇന്ന് വരെ അവിടെ ഹജ്ജ് നടക്കുകയാണ്. ഹജ്ജാണ്, സിയാറത്തല്ല. എന്താ നടക്കുന്നത്? ഹജ്ജ നടക്കുന്നത്. അവരുടെ വിശ്വാസം എന്താണ്? അവിടെ അലി ഇബ്നു അബി താലിബ് ഉണ്ട് എന്നാണ്. എന്നാൽ പിന്നെയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അഫ്ഗാൻ ചരിത്രം അഫ്ഗാൻ യുദ്ധം നടന്നതായ കാലഘട്ടത്തിൽ ഓർക്കുന്നുണ്ടല്ലോ ഒരു പട്ടണം, ഞാൻ ഓർമ്മിപ്പിച്ചരാം, മസാർ ഷരീഫ്. ഓർമ്മ വന്നോ? വാർത്തകളൊക്കെ വായിക്കുന്ന ആൾക്കറിയാം. മസാർ ഷരീഫ്, താലിബാനൊക്കെ തകർത്തപ്പെട്ട കാലഘട്ടം. അപ്പോൾ മസാർ ഷരീഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മസാർ ഷരീഫ് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ അലി ഇബ്നു അബി താലിബിന്റെ ഖബറാണെന്ന പേരിലുള്ളതായ കൃത്രിമ ഖബർ. എന്നിട്ടോ അവിടെയും നടക്കുന്ന എല്ലാ അനാചാരങ്ങൾ, അവിടെയും നടക്കുന്ന എല്ലാ ആനപ്പോക്കുകളും സന്തല പോക്കുകളും. അപ്പോൾ ദീനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞിട്ട് കാശുണ്ടാക്കുന്ന പദ്ധതി അത് പലയിടങ്ങളിലും ഉള്ളതാണ്.